ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് CM കിഡ്സ് എക്സാമിൻ്റെ അതായത് LSS എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് പേപ്പർ 1 ആണ്. പേപ്പർ 2 ഉടനെ നൽകാം കേട്ടോ. പേപ്പർ 1-ൽ 50 ചോദ്യങ്ങളുണ്ടായിരിക്കും. ഓരോ ചോദ്യങ്ങൾക്കും ഓരോ മാർക്ക് വീതം. പേപ്പർ 2-ൽ 30 മാർക്കിൻ്റെ വിവരണാത്മക ചോദ്യങ്ങളാണ്. CM കിഡ്സ് എക്സാമിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. മക്കൾ ചോദ്യങ്ങളൊക്കെ എഴുതിയെടുത്ത് പഠിക്കുക. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. 1 മുതൽ 10 വരെ മലയാളം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, നീലഗിരി മൗണ്ടൻ റെയിൽവേ യുനെസ്കോയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ എ റെയിൽവേ പട്ടികയിൽ, ബി വിനോദസഞ്ചാര പട്ടികയിൽ, സി ലോക ഭൂപടത്തിൽ, ഡി പൈതൃക പട്ടികയിൽ. ആൻസർ ഡി ആണ്, പൈതൃക പട്ടികയിൽ. 2, കാഴ്ചകൾ കാണാൻ പോയിട്ട് കാണാൻ കഴിയാത്തവയിൽ പെടാത്തതേത്? കപ്പൽ, കാട്, മരം, വാരിക്കുഴി. ആൻസർ ഏതാണ്? ആൻസർ സി മരം. 3, തെറ്റായ ജോഡി. എ പൊഞ്ഞാറ് മടുപ്പ്, ബി അല്ലൽ ദുഃഖം, സി ആന്തലി അമ്പരപ്പ്, ഡി ദീനൻ കൂട്ടുകാരി. ഡി ആണ്, ദീനൻ കൂട്ടുകാരി. 4, ചിറക് മുളച്ച് എന്ന പ്രയോഗം അർത്ഥമാക്കുന്നത് എന്താണ്? 1, കുട്ടിക്ക് പുതിയ ചിറക് വന്നു. 2, പറക്കാൻ ആഗ്രഹം. 3, പുതിയ പ്രതീക്ഷകൾ. 4, കുട്ടിയുടെ ഉത്സാഹം. 4 സി ആണ്, പ്രസ്താവന 2, 3, 4 ശരിയാണ്. 5, തുള്ളിപ്പാഞ്ഞു വരുന്ന മഴ, തുള്ളിക്കൊരു കുടം എന്ന മഴ, കൊള്ളാം ഈ മഴ കൊള്ളരുതീ മഴ. ആരുടെ വരികളാണ്? ONV കുറുപ്പ്, ബി ഇടശ്ശേരി, സി കുഞ്ഞുണ്ണി മാഷ്, ഡി വൈലോപ്പിള്ളി. ആൻസർ സി ആണ്, കുഞ്ഞുണ്ണി മാഷ്. 6, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ അക്ഷരമാല ക്രമത്തിലുള്ള കൂട്ടം ഏതാണ്? ഇവിടെ ആൻസർ സി ആണ്, കടൽ, കപ്പൽ, കാട്, കാഴ്ച. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പദങ്ങളുടെ അർത്ഥം ശരിയായി നൽകിയിരിക്കുന്നത് ഏത്? 1, സവാരി യാത്ര, ഗാഥ പാട്ട്, കടൽ ഊഴി, മേട ഉയർന്ന സ്ഥലം. ആൻസർ 1ഉം 2ഉം ശരിയാണ്, ഓപ്ഷൻ എ. 8, കാത്തിരിപ്പ് എന്ന കവിത ഏത് മഹാവൃത്തിലെ ഭാഗമാണ്? എ രാമായണം, ബി മഹാഭാരതം, സി വ്യസനം, ഡി ബൈബിൾ. ആൻസർ ബി മഹാഭാരതം. 9, മേഘത്തിൽ എന്ന പദം പിരിച്ചെഴുതിയാൽ? ആൻസർ ഓപ്ഷൻ എ, മേഘം പ്ലസ് ഇൽ. 10, തലയംകുത്തി എന്ന പുസ്തകം രചിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ എ, TR രാജേഷ്. നെക്സ്റ്റ് 11 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ ഇംഗ്ലീഷാണ്. 10 ചോദ്യം ഇംഗ്ലീഷായിരിക്കും. 11ാമത്തെ ക്വസ്റ്റ്യന്, വാട്ട് സൗണ്ട് അനൗൺസ്ഡ് ദ അറൈവൽ ഓഫ് ദ ഫയർമാൻ? ഫയർമാൻ വന്നപ്പോൾ ഏത് സൗണ്ടാണ് മുഴങ്ങിയത്? സൈറൺ ആണല്ലേ. ആൻസർ സി ആണ്, എ സൈറൺ. 12, വിച്ച് വേർഡ് ഈസ് നോട്ട് എ നെയിമിംഗ് വേർഡ്? ഷീ ഷൂക്ക് ഹെർ മദർ ജെന്റിലി. ചോദ്യം മക്കൾ നന്നായിട്ട് വായിച്ച് നോക്കണം. നോട്ട് എ നെയിമിംഗ് വേർഡാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ തന്നത് എന്തൊക്കെയാണ്? മദർ, ഷീ, ഷൂക്ക്, ഓൾ ആർ നെയിമിംഗ് വേർഡ്സ്. ഇവിടെ ആൻസർ സി ആണ്, 3 ഈസ് കറക്റ്റ്. 13, ഇറ്റ് ഡാഷ് ഔട്ട്സൈഡ്, ടേക്ക് ആൻ അംബ്രല്ല. ഓപ്ഷന് എ റെയിൻ, ബി റെയിൻസ്, സി ഈസ് റെയിനിങ്, ഡി ആർ ട്രെയിനിങ്. ആൻസർ സി ഈസ് റെയിനിങ്. 14, വെൻ ദ ഫെയർമാൻ കോൾഡ് ദിൽന എ ഹീറോ ഷീ മോസ്റ്റ് ലൈക്ലി ഫെൽറ്റ്. ഫയർമാൻ ദിൽനയെ ഹീറോ എന്ന് വിളിച്ചപ്പോൾ അവൾക്ക് തോന്നിയിരിക്കാൻ സാധ്യതയുള്ളത് ഏതാണ്? ആൻസർ 2 ആണ്, എംബ്രേസ്ഡ് ബട്ട് പ്രൗഡ്. ലജ്ജിച്ചെങ്കിലും അവൾ അഭിമാനിച്ചു. ആൻസർ 2 ഈസ് കറക്റ്റ്.
15. The words glowing is similar is meaning to. ഗ്ലോവിങ് എന്ന വാക്കിന് സമാനമായിട്ടുള്ള അർത്ഥം ഏതാണ്? ഗ്ലോവിങ് എന്നാൽ തിളങ്ങുന്ന. ഓപ്ഷൻ നൽകിയിട്ടുള്ളത് ബേണിംഗ് കത്തുന്ന, സെറ്റിംഗ് ക്രമീകരണം, വാമിംഗ് ചൂടാക്കുന്ന, ഷൈനിങ് തിളങ്ങുന്ന. ആൻസർ 4 ഷൈനിങ്. ഓപ്ഷൻ ഡി. 16. ബ്ലോ ഡാഷ് ഡ്രിഫ്റ്റഡ് ഡൗൺ. എന്താണ് താഴേക്ക് ഒഴുകിപ്പോയത്? ആൻസർ ഇതാ ബ്രാക്കറ്റ് നൽകിയിട്ടുണ്ട്. ഡിസോർഡർ ആയിട്ട് തന്നിട്ടുള്ളത്. മീനിങ് വേർഡ്സ് ആക്കണം. ആൻസർ റിബൺസ്. 17. വെൻ മദർ ഫൈനലി ഓപ്പൺ ഹെർ ഐസ് ഇഷാക്ക് ഷൗട്ടഡ് വിത്ത് ജോയ്. ദിസ് ഇമോഷൻ ഈസ്. അമ്മ കണ്ണു തുറന്നപ്പോൾ ഇസാക്ക് സന്തോഷം കൊണ്ട് നിലവിളിച്ചു. വികാരം താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ്? ആൻസർ 1 റിലീഫ് ആൻഡ് ഹാപ്പിനെസ്. ഓപ്ഷൻ ഡി. 1 ഈസ് കറക്റ്റ്. 18. എ വേർഡ്സ് ദാറ്റ് റൈംസ് വിത്ത് ഹോപ്പ്. എ മാൻ, ബി ബോക്സ്, സി ടോപ്പ്, ഡി ഡോഗ്. ആൻസർ സി ആണ് ടോപ്പ്. 19. ദ വേർഡ്സ് വാം മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ്. വാമിൻ്റെ ഓപ്പോസിറ്റ് ഓപ്ഷൻ ബി ആണ് കോൾഡ്, തണുപ്പ്. 20. ദ ഏരിയ ബിഹൈൻഡ് ദെയർ ഹൗസ് വേർ ദേ വേർ പ്ലേയിങ്. വിച്ച് സിംഗിൾ വേർഡ്സ് ഡിസ്ക്രൈബ്സ് ദീസ്. വീടിന് പിറകിൽ അവർ കളിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലം. ഏത് സിംഗിൾ വേർഡ്സാണ് ഇവിടെ ഉപയോഗിക്കുന്നത്? ബാക്ക് യാർഡ്. ഓപ്ഷൻ ഡി. 2 ഈസ് കറക്റ്റ്. നെക്സ്റ്റ് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 21. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 1. 4 വശങ്ങൾക്കും ഒരേ നീളമുള്ള ചതുരമാണ് സമചതുരം. 2. എല്ലാ സമചതുരവും ചതുരമാണ്. 3. എല്ലാ ചതുരവും സമചതുരമാണ്. 4. സമചതുരത്തിന് നീളം കൂടുതലും വീതി കുറവുമാണ്. ശരിയായ പ്രസ്താവന ചോദിച്ചിട്ടുള്ളത് 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി. 22. ഒരു ചതുരക്കടലാസിൻ്റെ 2 മൂലകൾ മുറിച്ചു കളഞ്ഞു. എങ്കിൽ ഇപ്പോൾ ആ കടലാസിൽ എത്ര മൂലകളുണ്ട്? ആൻസർ ഓപ്ഷൻ ഡി 6. 7548 എന്ന സംഖ്യ ശരിയായ രീതിയിൽ പിരിച്ചെഴുതിയത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ? 1. 75 100 4 10 8 1. 2. 75 1000 4 10 8 1. 3. 75 100 48 1. 4. 754 100 8 1. ആൻസർ ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉം ശരി. 24. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1. 4300 500 ചേർന്നാൽ 5000 ആകും. 2. 4300 600 ചേർന്നാൽ 5000 ആകും. 3. 4300 700 ചേർന്നാൽ 5000 ആകും. മേൽ പറഞ്ഞവ എല്ലാം തെറ്റാണ്. ഇവിടെ 3 മാത്രമാണ് ശരി. ആൻസർ സി. 25. 7 2 0 5 എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? വ്യത്യാസം കണ്ടെത്താൻ പറഞ്ഞാൽ -c ആണ് വേണ്ടത്. ഇവിടെ ഏറ്റവും വലിയ സംഖ്യ 7520 മൈനസ് ചെറിയ സംഖ്യ ഏതാണ്? 2057. 0 വന്നാൽ 0 രണ്ടാമതാണ് എഴുതി ചേർക്കേണ്ടത് കേട്ടോ. ആൻസർ 5463. ഓപ്ഷൻ എ. 26. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? 1. 3062 30 നൂറുകളുണ്ട്. 2. 8943 എന്ന സംഖ്യയിൽ 9 എന്ന അക്കത്തിൻ്റെ വില 900 ആണ്. 2 മുത്തുകൾ മാത്രം ഉപയോഗിച്ച് അബാക്കസിൽ ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ 2000 ആണ്. 4. ഏറ്റവും വലിയ 4 അക്ക ഇരട്ട സംഖ്യ 9999 ആണ്. തെറ്റായ പ്രസ്താവന ചോദിച്ചിട്ടുള്ളത് ഇവിടെ ആൻസർ 4 ആണ്. ഓപ്ഷൻ ഡി. ഏറ്റവും വലിയ 4 അക്ക ഇരട്ട സംഖ്യ 9998 ആണ്. 27. 20 സെൻറ്റിമീറ്റർ നീളമുള്ള കമ്പി കൊണ്ട് രാജു ഒരു സമചതുരം ഉണ്ടാക്കി.
സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? സമചതുരത്തിൻ്റെ ആകെ നീളം 20 ആണ്. ഒരു വശത്തിൻ്റെ നീളം 4 ആണ്. 20 ഹരിക്കണം 4 സമം 5. ആൻസർ ഓപ്ഷൻ ബി 5 സെൻറ്റിമീറ്റർ. 28. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ചതുരത്തിൻ്റെ പ്രത്യേകത അല്ലാത്തതേത്? 1. 4 വശങ്ങളുണ്ട്. 2. എതിർവശങ്ങൾ തുല്യമാണ്. 3. മുകളിലെയും താഴെയുമുള്ള വരകൾ വിലങ്ങനെയും ഇടതും വലതുമുള്ള വരകൾ കുത്തനെയുമാണ്. 4. 3 മൂലകളുണ്ട്. ആൻസർ 4 ആണ്. ഓപ്ഷൻ ഡി. 29. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെ? 1. ഏറ്റവും വലിയ 3 അക്ക സംഖ്യയോട് 1 കൂട്ടിയാൽ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ കിട്ടും. ശരിയാണ്. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ 9998 ആണ്. അത് തെറ്റാണ്. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയിൽ നിന്ന് 1 കുറച്ചാൽ 99 കിട്ടും. 4. ഏറ്റവും വലിയ 4 അക്ക സംഖ്യയോട് 1 കൂട്ടിയാൽ 10001 കിട്ടും. ഇവിടെ 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ എ. 30. റോമൻ സംഖ്യാ രീതിയിൽ 200 എന്ന സംഖ്യ എഴുതുന്നത് എങ്ങനെ? 100 എന്നത് സി ആണ്. 200 2C. ആൻസർ ഓപ്ഷൻ ഡി. മക്കളെ, മാത്സിൻ്റെ കലണ്ടർ ട്രിക്ക്, ക്ലോക്ക്, അതുപോലെ റോമൻ സംഖ്യകൾ, ചതുരം, സമചതുരം, ചുറ്റളവ്, അവയൊക്കെ കാണാനുള്ള സൂത്രവാക്യങ്ങൾ സിമ്പിളായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനിയും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. 31 മുതൽ 40 വരെ EVSൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. മത്സ്യത്തിന് ശ്വസനത്തിന് സഹായിക്കുന്ന അവയവം ഏത്? ശൽക്കങ്ങൾ, ശകുലങ്ങൾ, ചിറകുകൾ, മൂക്ക്. ആൻസർ എ ശൽക്കങ്ങൾ. 2. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത് ജീവി? മത്സ്യം, നീരാളി, ഞണ്ട്, ആമ. ആൻസർ ഡി ആമ. 33. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ത്വക്കിലൂടെ ശ്വസിക്കുന്ന ജീവി? മത്സ്യം, ആമ, തവള, നീരാളി. ആൻസർ ഓപ്ഷൻ സി ആണ്, തവള. 34. പ്രകൃതിദത്ത ആവാസങ്ങൾക്ക് ഉദാഹരണം ഏത്? എ അക്വേറിയം, ബി കാട്, സി വയൽ, ഡി മത്സ്യക്കുളം. ആൻസർ ഓപ്ഷൻ ബി ആണ്, കാട്. 35. കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏത്? ആൻസർ എ ആണ്, മണ്ണിര. കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി ഏതാണ്? മൂങ്ങ. 36. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉഭയജീവി ഏത്? ആൻസർ ബി ആണ്, തവള. ഉഭയജീവി എന്നാൽ കരയിലും വെള്ളത്തിലും ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികളെ, അതായത് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളെ, 2 സ്ഥലങ്ങളിലും അവർക്ക് ശ്വസിക്കാൻ കഴിയും. അങ്ങനെയുള്ള ജീവികളെയാണ് ഉഭയജീവികൾ എന്ന് പറയുന്നത്. ഓരോ യൂണിറ്റും ക്ലാസ് എടുത്തപ്പോൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മക്കളെ ക്ലാസ്സുകളൊക്കെ പോയി കാണുക കേട്ടോ. 37. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം? ഓപ്ഷൻ വായിക്കണില്ല. ഇവിടെ ആൻസർ ഡി ആണ്, 1930. 1942 ക്വിറ്റ് ഇന്ത്യ സമരം, 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. വർഷങ്ങൾ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, മക്കൾ ഓർത്ത് വെക്കണം കേട്ടോ. 38. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ എ ക്വിറ്റ് ഇന്ത്യ സമരം. 39. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഡി ആണ്, കെ കേളപ്പൻ. AK ഗോപാലൻ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നു. KP കേശവമേനോൻ സ്വാതന്ത്ര്യ സമര സേനാനിയും മാതൃഭൂമി ദിനപത്രത്തിൻ്റെ സ്ഥാപകനുമാണ്. 40. ഗാന്ധിജി ആദ്യമായി നടത്തിയ സമരം? ആൻസർ ബി ചമ്പാരൻ സമരം, 1917. ഇനി GK ക്വസ്റ്റ്യൻസ് ആണ്. 41. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ വായിക്കാം. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ PN പണിക്കറാണ്.
PN പണിക്കരുടെ ജന്മദിനം ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യമാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ കാതൽ. ആൻസർ 1, 3 ശരിയാണ്. ഓപ്ഷൻ ബി. 42. കേരളത്തിൻ്റെ 24ാമത്തെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, VD സതീശൻ. 43. 2023-24 വർഷത്തെ പഞ്ചായത്ത് മുന്നേറ്റ സൂചിക പ്രകാരം കേരളത്തിൽ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ചെറുതന. 44. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയം വഹിക്കുന്ന രാജ്യം? ആൻസർ ഡി ആണ്, അസർബൈജാൻ. 45. വരച്ച ചിത്രം കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കാൻ ഏത് ടൂളാണ് ഉപയോഗിക്കേണ്ടത്? സേവ്, ബി ഡിലീറ്റ്, സി അൺഡു, ഡി ഫോർവേഡ്. ആൻസർ എ, സേവ്. 46. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏത്? ആനമുടി, അഗസ്ത്യാർകുടം, മീശപ്പുലിമല, നെല്ലിയാമ്പതി. ആൻസർ എ, ആനമുടി. 47. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഓപ്ഷൻ എ ചെമ്മണ്ണ്, ബി ലാറ്ററൈറ്റ് മണ്ണ്, സി കരിമണ്ണ്, ഡി എക്കൽ മണ്ണ്. ആൻസർ ബി ആണ്, ലാറ്ററൈറ്റ് മണ്ണ്. 48. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? കബഡി, ഫുട്ബോൾ, ഹോക്കി, ടെന്നീസ്. ആൻസർ സി, ഹോക്കി. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ധ്യാൻചന്ദ്. 49. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ജവഹർലാൽ നെഹ്റു, ബി പിംഗലി വെങ്കയ്യ, സി രവീന്ദ്രനാഥ ടാഗോർ, ഡി ഗാന്ധിജി. ആൻസർ ബി പിംഗലി വെങ്കയ്യ. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയും ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നും അറിയപ്പെടുന്നുണ്ട്. രവീന്ദ്രനാഥ ടാഗോർ നമ്മുടെ ദേശീയഗാനം രചിച്ചത് അല്ലേ, ജനഗണമന രചിച്ചത് ബംഗാളി ഭാഷയിലാണ്, അത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവ്. വിശദമായിട്ട് പറയുന്നത് മക്കൾക്ക് സിമ്പിളായതേ തെറ്റിക്കുള്ളൂ. ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി വായിക്കണം. പ്രസ്താവന ശരിയല്ലാത്തത്, കൂട്ടത്തിൽ പെടാത്തത്, 1ഉം 2ഉം ശരിയാണ്, 3ഉം 4ഉം തെറ്റാണ്, അങ്ങനെയാണ് ചോദിക്കുക. മക്കൾ ചോദ്യം മനസ്സിലാക്കി വായിക്കണം കേട്ടോ. ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ ചാനലിലൂടെ നൽകിയിട്ടുണ്ട്. മക്കൾ ബ്രെയിൻ ടെക് എജു എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുതേ. ഓക്കെ, നെക്സ്റ്റ്. 50. 2026 ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? താഴെ കുറച്ച് രാജ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ബ്രസീൽ, ചൈന, മെക്സിക്കോ, ജപ്പാൻ. ഇവിടെ സി മെക്സിക്കോ ആണ് ആൻസർ. മക്കൾ നന്നായിട്ട് പഠിക്കുക. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് മക്കളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.